Hi students, welcome back to our channel ChemQueen. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ ഹൈബ്രിഡൈസേഷനെ കുറിച്ചാണ് കേട്ടോ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹൈബ്രിഡൈസേഷൻ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്ന പോലെ തന്നെയാണ് അല്ലേ. എന്തൊക്കെയോ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സാധനം, നല്ലൊരു സാധനം ഉണ്ടാക്കുന്നതാണ് ഹൈബ്രിഡൈസേഷൻ. അത് തന്നെയാണ് കെമിസ്ട്രിയിലും. പക്ഷേ ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ഈക്വൽ എനർജി ഉള്ള ഈ സെയിം ഷേപ്പുള്ള പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതിനാണ് ഹൈബ്രിഡൈസേഷൻ എന്നാണ്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. എൻട്രൻസിൽ അങ്ങനെയാണല്ലോ, നമുക്ക് കൺസെപ്റ്റുകൾ കൂടുതൽ അറിയുന്നതിനേക്കാൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ കിട്ടിയാൽ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ചെയ്തു തീർക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന എൻട്രൻസ് പോലെയുള്ള എക്സാംസിനെല്ലാം ആവശ്യം. സോ അത് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് H is equal to half into V plus M minus C plus A. Hybridization is equal to half into V plus M minus C plus A, where V is the number of valence electrons of central atom. സെൻട്രൽ ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണ് വി. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോണോവാലൻ്റ് ആറ്റംസ്. സെൻട്രൽ ആറ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മോണോവാലൻ്റ് ആയിട്ടുള്ള ആറ്റം മാത്രമേ എടുക്കാവുള്ളൂ. ഡൈവാലൻ്റ്, ട്രൈവാലൻ്റ് ഒന്നും എടുക്കരുത്. മോണോവാലൻറ്റിൻ്റെ എണ്ണം മാത്രം എടുക്കുക. സി സ്റ്റാൻഡ്സ് ഫോർ കാറ്റയോണിക് ചാർജ്. ആ മോളിക്യൂളിൽ എന്തെങ്കിലും പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതാണ് സി. A stands for anionic charge. എന്തെങ്കിലും നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. സോ എല്ലാ ടേംസും ക്ലിയർ ആണോ? എച്ച് ഹൈബ്രിഡൈസേഷൻ ആണ്, വി വാലൻസ് ഇലക്ട്രോൺ സെൻട്രൽ ആറ്റം, എം മോണോവാലൻ്റ് ആറ്റത്തിൻ്റെ എണ്ണം, സി കാറ്റോണിക് ചാർജിൻ്റെ എണ്ണം, എ ആനോണിക് ചാർജിൻ്റെ എണ്ണം. ചാർജുകളുടെ എണ്ണമാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ആനോണിക് ചാർജ് ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതേണ്ടത്, അല്ലാതെ ആനോണിക് ചാർജ് അല്ല അവിടെ ഇടേണ്ടത്. ക്ലിയർ ആണല്ലോ അല്ലേ ഇത്? അപ്പോൾ ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു നമ്പറാണ് ശരിക്കും, അല്ലാതെ ഹൈബ്രിഡൈസേഷൻ നേരിട്ട് കിട്ടുകയല്ല. ആ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള ടോട്ടൽ ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ എണ്ണമാണ് കിട്ടുന്നത്. സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റും ഇരിക്കുന്ന ടോട്ടൽ ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ എണ്ണമാണ് ആ കിട്ടുന്ന നമ്പർ. ആ ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ എണ്ണത്തിൽ നിന്ന് നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം. അതാണ് പറയാൻ പോകുന്നത്. സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്ന എച്ചിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ, അതിൻ്റെ അർത്ഥം ആ സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ SP ആണെന്ന്. 2 എന്ന് പറഞ്ഞാൽ 2 ടോട്ടൽ ഇലക്ട്രോൺ പെയേഴ്സ് ആ സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റും ഉണ്ടെന്ന്. അങ്ങനെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ SP ആയിരിക്കും. സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ എണ്ണം, ദാറ്റ് ഇസ് എച്ചിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഇസ് SP2. 4 ആണ് കിട്ടുന്നതെങ്കിൽ SP3. 5 ആണ് കിട്ടുന്നതെങ്കിൽ SP3D. 6 ആണ് കിട്ടുന്നതെങ്കിൽ SP3D2. 7 ആണ് കിട്ടുന്നതെങ്കിൽ SP3D3. കണ്ടോ? അപ്പോൾ ഈ എച്ചിൻ്റെ വാല്യൂ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ആ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ആ സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്കൂളിലെ എക്സാമിനൊക്കെ ചെയ്യുന്ന പോലെ സ്ട്രക്ചർ എലൂസിഡേഷൻ ചെയ്ത് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് എല്ലാവരുടെയും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഓപ്ഷനിൽ തന്നെ, ഒരു ക്വസ്റ്റിനിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ടാവും. എല്ലാവരുടെയും ഹൈബ്രിഡൈസേഷൻ ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും കറക്റ്റ് ആൻസർ കിട്ടാൻ. അപ്പോൾ ഓരോന്നിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സമയമില്ല, എടുത്ത് കണ്ടുപിടിക്കാനുള്ള സമയമില്ല. അതിനുള്ളൊരു ക്വിക്ക് മെത്തേഡാണ് ഇത്. ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. കുറച്ച് എക്സാമ്പിൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് നോക്കാം. അത് നമുക്ക് അറിയാവുന്ന കുറച്ച് പേരുടെ അടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒന്നും ചെക്ക് ചെയ്യാമല്ലോ. ഫസ്റ്റ് വൺ NH3 ഒക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. NH3 നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. NH3യുടെ ഹൈബ്രിഡൈസേഷൻ H കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. NH3 സെൻട്രൽ ആറ്റം നൈട്രജൻ അല്ലേ. നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 5. നൈട്രജൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ 5 അല്ലേ വാലൻസ് ഇലക്ട്രോൺസിന്. 5 പ്ലസ് മോണോ വാലൻ്റ് ആയിട്ട് എത്ര ആറ്റം അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്? ഹൈഡ്രജൻ്റെ വാലൻസി 1 അല്ലേ. ഹൈഡ്രജൻ മോണോ വാലൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 3 ഹൈഡ്രജൻ. സോ എമ്മിൻ്റെ വാല്യൂ 3. കാറ്റോണിക് ചാർജ് ഇല്ല, ആനോണിക് ചാർജ് ഇല്ല. സോ അത് രണ്ടും 0 കൊടുക്കുക. 5 + 3 8. 8/2 is 4. 4 ആണെങ്കിൽ ഏതാ ഹൈബ്രിഡൈസേഷൻ? SP3. കണ്ടോ? സോ NH3 നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇസ് SP3. കണ്ടോ? എത്ര പെട്ടെന്ന് നമുക്ക് കിട്ടിയെന്ന് നോക്കിയേ. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ടറിലെ സെൻട്രൽ ആറ്റം ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജൻ്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ ചോദിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? H is equal to half into ഓക്സിജൻ്റെ സെൻട്രൽ ആറ്റം ആണ് ഓക്സിജൻ, അതിലെ ബാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6,
പ്ലസ് മോണോവാലൻ്റ്, ഹൈഡ്രജൻ മോണോവാലൻ്റ് ആണല്ലോ, 2 മോണോവാലൻ്റ് ഉണ്ട്, കാറ്റോണിക് ചാർജ് ഇല്ല, ആനോണിക് ചാർജ് ഇല്ല. 6 + 2 8, 8/2 is again 4. 4 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3. കണ്ടോ, വാട്ടറിൽ ഓക്സിജൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇസ് അഗെയിൻ sp3. എളുപ്പം കിട്ടിയാണ്ടോ ഹൈബ്രിഡൈസേഷൻ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ചാർജ് ഉള്ളൊരു സ്പീഷീസ് നോക്കിയാലോ. NH4+ ചാർജുള്ള സ്പീഷീസാണ്. എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ? H is equal to ½ ഇൻറ്റു നൈട്രജൻ്റെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 5 പ്ലസ് മോണോവാലൻ്റ് ആയിട്ട് എത്ര പേരുണ്ട് ചുറ്റും? 4 ഹൈഡ്രജൻ. 4 ഹൈഡ്രജനും മോണോവാലൻ്റ് അല്ലേ. ഇനി കാറ്റോണിക് ചാർജ് കണ്ടോ, മൈനസ് കാറ്റോണിക് ചാർജിൻ്റെ എണ്ണം, ഒരു കാറ്റോണിക് ചാർജ്, ഒരേ ഒരു കാറ്റോണിക് ചാർജ്. സോ -1 പ്ലസ് ആനോണിക് ചാർജ് ഇല്ല, 0. 5 + 4 9, 9 - 1 8, 8/2 is 4. Again hybridization is sp3. കണ്ടോ, സോ NH4+ൽ നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇസ് sp3. അതും കിട്ടി. ഇനി ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളത് നോക്കിയാലോ. NH2-. എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ? H is equal to ½ ഇൻറ്റു നൈട്രജൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 5, അതിൻ്റെ ചുറ്റും മോണോവാലൻ്റ് ആയിട്ട് 2 പേര്, മൈനസ് കാറ്റോണിക് ചാർജ് ഒന്നുമില്ല, ഇത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്ലസ് 1 ആണ് ഇടേണ്ടത്. അല്ലാതെ ആനോണിക് ചാർജ് ഒരു -1 ആണെന്ന് ഓർത്ത് ഇവിടെ നേരെ -1 എടുത്തിടരുത്. ആനോണിക് ചാർജിൻ്റെ എണ്ണമേ ഇടാൻ പാടുള്ളൂ, ആ ചാർജ് അങ്ങനെ തന്നെ ഇടരുത്. ഇപ്പോൾ 2- ആണെങ്കിൽ -2 എന്ന് ഇടരുത്, 2 എണ്ണം, ആ 2 ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 5 + 2 7, 7 + 1 8, 8/2 is again 4. വീണ്ടും ഹൈബ്രിഡൈസേഷൻ sp3. കണ്ടോ, അപ്പോൾ NH2- നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത വേറെ സ്പീഷീസ് എടുത്ത് നോക്കാം. H3O+. അതിൽ സെൻട്രൽ ആറ്റം ആരാ? ഓക്സിജനാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ½ ഇൻറ്റു ഓക്സിജൻ്റെ വാലൻസ് ഇലക്ട്രോൺ 6 പ്ലസ് 3 മോണോവാലൻ്റ് ആറ്റം മൈനസ് കാറ്റോണിക് ചാർജ് ഒരെണ്ണം, ആനോണിക് ചാർജ് ഒന്നുമില്ല. 9 - 1 8, 8/2 is 4. Again hybridization is sp3. കണ്ടോ. ഇനി വേറൊരു സ്പീഷീസ് ഇപ്പോൾ മോണോവാലൻ്റ് ഇല്ലാത്തൊരെണ്ണം നോക്കാം. SO3യിൽ സൾഫറിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് ചോദിക്കാം. H is equal to ½ ഇൻറ്റു സൾഫർ ഒറ്റയ്ക്ക് വെക്കുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 6 പ്ലസ് ഈ 3 ഓക്സിജൻ കൂട്ടരുത്, കാരണം ഓക്സിജൻ ഇസ് നോട്ട് മോണോവാലൻ്റ്, ഓക്സിജൻ ഇസ് എ ഡൈവാലൻ്റ് ആറ്റം, അതുകൊണ്ട് അത് കൂട്ടരുത്. അപ്പോൾ മോണോവാലൻ്റ് ഇല്ല, കാറ്റോണിക് ചാർജ് ഇല്ല, ആനോണിക് ചാർജ് ഇല്ല. 6/2 is 3. സോ ഹൈബ്രിഡൈസേഷൻ ഇസ് sp2. അപ്പോൾ SO3യിൽ സൾഫറിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇസ് sp2. കണ്ടോ, മോണോവാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. ഹൈഡ്രജനും ഹാലജൻസും ആണ് മോണോവാലൻ്റ്, അതുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. ഹാലജനുള്ള വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളെടുത്ത എല്ലാം ഹൈഡ്രജനുള്ള എക്സാമ്പിൾ അല്ലേ, നമുക്ക് ഹാലജനുള്ള ഒരെണ്ണം നോക്കാം. അതായത് ഇപ്പോൾ ClF3. ഇവിടെ സെൻട്രൽ ആറ്റം ഹാലജന, മറ്റതും ഹാലജന. ക്ലോറിനാണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. അപ്പോൾ ½ ഇൻറ്റു ക്ലോറിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ്? 7, 17th ഗ്രൂപ്പ് അല്ലേ. പ്ലസ് ഫ്ലൂറിൻ 3 എണ്ണം മോണോവാലൻ്റ് ആണല്ലേ, അപ്പോൾ ഫ്ലൂറിൻ മോണോവാലൻ്റാണ്, അപ്പോൾ +3. കാറ്റോണിക് ചാർജ് ഇല്ല, ആനോണിക് ചാർജ് ഇല്ല. 7 + 3 10, 10/2 is 5. 5 ആണെങ്കിൽ ഏതാ ഹൈബ്രിഡൈസേഷൻ? sp3d. സോ ClF3യിൽ ക്ലോറിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇസ് sp3d. കാരണം എന്ത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യണം നോക്കിയേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാരണമാണ് ഇത്രയും സ്റ്റെപ്പ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, പെട്ടെന്ന് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ ഇലക്ട്രോൺ പെയർ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഇലക്ട്രോൺ പെയർ സെയിം ആണോ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരേ ഹൈബ്രിഡൈസേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനി വേറെ ഏതാ? XCF2ൽ സെനോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ½ ഇൻറ്റു എക്സിയുടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 8, ഫ്ലൂറിൻ മോണോവാലൻ്റ് ആണ് 2, കാറ്റോണിക് ചാർജ് ഇല്ല, ആനോണിക് ചാർജ് ഇല്ല. 8 + 2 10, 10/2 again 5. ഹൈബ്രിഡൈസേഷൻ ഇസ് sp3d. 5 ആണെങ്കിൽ sp3d. കണ്ടോ, അപ്പോൾ ഈ sp3d അതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? ഈ കൗണ്ട് ചെയ്ത് ഈ ഓരോ ഓർബിറ്റൽസും കൗണ്ട് ചെയ്യുമ്പോൾ എണ്ണം തന്നെയാണ് ഈ ഇലക്ട്രോൺ പെയർസിൻ്റെ എണ്ണം. sp2 വരുമ്പോൾ sp വരാൻ കാരണം എസും പിയും കൂടെ 2 എണ്ണമല്ലേ ഉള്ളൂ. 3 വരുമ്പോൾ sp2 വരാൻ കാരണം ഒരു എസും 2 പിയും കൂടെ കൂട്ടുമ്പോൾ 3 വരുന്ന കാരണം. 4 വരുമ്പോൾ sp3 വരുന്നത് 3 പിയും ഒരു എസും കൂടെ 4. 5 വരുമ്പോൾ sp3d വരുന്നത് ഒരു എസും 3 പിയും ഒരു ഡിയും കൂടെ കൂട്ടുമ്പോൾ 5. അങ്ങനെ ആ എണ്ണം കൂട്ടി നോക്കിയാൽ നമുക്ക് ഹൈബ്രിഡൈസേഷനും ആ എച്ചിൻ്റെ വാല്യൂവും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ച് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ, ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, വിയും എമ്മും സിയും എയും എന്താണെന്ന് അറിയണം. അല്ലെങ്കിൽ ഇക്വേഷൻ കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയണ്ടാവില്ല.
അപ്പോൾ അത് ഓരോന്നും എന്ത് ടേംസ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, എല്ലാം അപ്ലൈ ചെയ്ത് നോക്കണം. ആ ഇക്വേഷനിലേക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്കത് ചെയ്യാൻ വശമാവുള്ളൂ. വൺസ് അത് നിങ്ങളുടെ കയ്യിലായാൽ പിന്നെ നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി, ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം തന്നെ വന്നോളൂ. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം ഈ ടേംസും കൂടെ പഠിക്കുക. ഈ ആനോണിക് ചാർജ് ഇടുമ്പോൾ ചാർജ് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മോണോവാലൻ്റ് ആയിട്ടുള്ളവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് ഓർക്കുക. അത്രയും കാര്യങ്ങൾ ഓർത്താൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്തു നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 1-2 പേരെ പറഞ്ഞു തരാം. അവരെ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസായിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. PCl5 ഫോസ്ഫറസിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ച് നോക്കുക. SF4ൽ സൾഫറിൻ്റെ കണ്ടുപിടിച്ച് നോക്കുക. അതുപോലെ SF6ൽ സൾഫറിൻ്റെ കണ്ടുപിടിച്ച് നോക്കുക. SO2ൽ സൾഫറിൻ്റെ കണ്ടുപിടിച്ച് നോക്കുക. ഇങ്ങനെ കുറച്ചെണ്ണം നിങ്ങൾ എക്സാമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോ കേട്ടോ, പ്രാക്ടീസ് ആയിക്കോട്ടെ. ഇനി വേറെ മോളിക്യൂൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാം. ഇഷ്ടമുള്ളത് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. BRF5 ചെയ്ത് നോക്കാം. ഇതെല്ലാം ചെയ്ത് നോക്കി സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഞാൻ പഠിപ്പിച്ചതൊന്ന് നന്നായിട്ട് നോക്കുക. അതിനുശേഷം ഇതും നിങ്ങൾക്കറിയാവുന്ന വേറെ കുറേ മോളിക്യൂൾസും എക്സാമ്പിളായിട്ട് എടുത്ത് ചെയ്ത് നോക്കാം. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ഇത് വൺസ് നിങ്ങളുടെ കയ്യിലാക്കിയാൽ പിന്നെ പ്രശ്നമില്ല. എക്സാമിൻ്റെ സമയത്ത് ആ ഇക്വേഷൻ മാത്രം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല എളുപ്പമുള്ളൊരു മെത്തേഡല്ലേ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ? അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ടു, ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ ബൈ ബൈ.